അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അബായയാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ചെറിയ ചുളിവുകളൊക്കെ ആ മെറ്റീരിയലിൽ കാണുന്നത്. ഇതൊരു ക്രഷ് മെറ്റീരിയലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് പ്രിൻസസ് കട്ട് വെച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ പ്ലീറ്റൊക്കെ വെച്ചിട്ടായിരുന്നു ഈ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ലീവിൻ്റെ ഭാഗത്തും ഇതുപോലെ പ്ലീറ്റൊക്കെ ചെയ്തിട്ട് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബട്ടണൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ ഈ അബായ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്രഷ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 58 ഇഞ്ച് വിഡ്ത്തുള്ള ക്രഷ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാനിത് 3.5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു സൈഡ് മാത്രം രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ സാധാരണ എടുക്കുമ്പോൾ ഞാൻ 4ആയിട്ടാണ് എടുക്കാറ്. ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഫ്രണ്ട് പോർഷനിലത്തേക്ക് മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ഞാൻ 2.5 ഇഞ്ച് എടുക്കാറുള്ളൂ. ഇത് നമ്മളിപ്പോൾ നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3 ഇഞ്ച് നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത്. എന്നിട്ട് ഷോൾഡർ 4 ഇഞ്ച് എടുക്കണം. എക്സൽ സൈസാണ് എനിക്ക് അബായ സ്റ്റിച്ച് ചെയ്യുന്നത്. എക്സൽ സൈസാണ്. ആം ഹോൾ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ നെക്കിൻ്റെ ഭാഗവും ആം ഹോളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ റൗണ്ട് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ചെസ്റ്റ് എടുക്കുന്നത് 12.5 ഞാൻ എടുക്കുന്നത്. 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 2-3 പീസ് കട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 12.5 ഇഞ്ച് എടുക്കുന്നത്. സെൻറ്ററിലും ഈ സൈഡിൽ പ്രിൻസസ് കട്ടും ഒക്കെ വരുന്ന ഭാഗത്ത് 2-3 കട്ടിങ് വരുന്നുണ്ട്. കട്ടിങ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് വീതം 2 സൈഡിൽ നിന്നും പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 12.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽത്തുമ്പ് പോയിട്ട് 15 ഇഞ്ച് കിട്ടും. ഇങ്ങനെ രണ്ട് ഭാഗവും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ യോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യണം. കാരണം നമ്മൾ ആ സൈഡിൽ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ആ യോക്കിൻ്റെ താഴ്ഭാഗത്താക്കി 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ ആം ഹോളിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഒരു 5.5 ഇഞ്ച് എടുത്തിട്ട് ആ ഭാഗത്ത് നിന്ന് ഈ പ്രിൻസസ് കട്ടിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് താഴ്ഭാഗത്തേക്കും 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് താഴേക്കും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 55 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാനൊരു 57-58 ഇഞ്ചൊക്കെ എടുത്തിട്ടാണ് മാർക്ക് ചെയ്യാറ്. എന്നിട്ട് ഈ ഭാഗത്ത് 22 ഇഞ്ച് എടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആം ഹോൾ കട്ട് ചെയ്ത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ആ യോക്കിൻ്റെ ഭാഗം വരെ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഷേപ്പിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഈ സെൻറ്ററും ഓപ്പൺ ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ സൈഡിൽ ഞാനിങ്ങനെ ഒരു 5 പ്ലീറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 22 ഇഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ കൂടുതലായിട്ട് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയാണ് പ്ലീറ്റ് ഇടേണ്ടത്. എന്നിട്ട് ബാക്ക് പോർഷൻ ഞാനിങ്ങനെ എടുത്തിട്ട് ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് പോർഷനിൽ ഞാനിതുപോലെ പ്രിൻസസ് കട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നു. 41 ഇഞ്ച് ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് 23 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നീളം കൂടിയിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇടുന്ന ഒരു മോഡലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് 41 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ വിത്ത് 11 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആം ഹോളിൻ്റെ ഭാഗത്തെ ഷേപ്പ് 4 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ സ്ലീവിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്തെ വിത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൻ്റെ റൗണ്ട് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ താഴ്ഭാഗത്തു നിന്നാണ് ഞാനിങ്ങനെ പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മേളിലേക്ക് സെൻറ്ററിലായിട്ട് 30 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വീതിയുള്ള ചെറിയ പ്ലീറ്റുകളാണ് ഞാനിങ്ങനെ താഴ്ഭാഗത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങോട്ടേക്ക് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ചെറിയ പ്ലീറ്റുകൾ ആ 30 ഇഞ്ച് വരുന്ന ഭാഗം വരെ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 2.5 ഇഞ്ച് 2 സൈഡിലേക്കും നീക്കിയിട്ട് ഈ പ്ലീറ്റുകൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ താഴോട്ടിടുന്ന പ്ലീറ്റുകൾ അടുത്ത് 2 സൈഡിൽ ഇടുമ്പോൾ തിരിച്ച് മേളിലോട്ട് ഇടണം. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. ഇതിങ്ങനെ തിരിച്ച് ആ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം.
ആ പ്ലീറ്റുകൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു 4.5 ഇഞ്ച് വീതിയുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു പടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ആ പ്ലീറ്റുകളിൽ ഞാൻ ഒന്നട വിട്ടിട്ട് ബട്ടൺസും വെക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ബാക്ക് പോർഷനിലൂടെ ഒരു 1/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ഇടയിലുള്ള ഒരു വീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ചെയ്ത് താഴ്ഭാഗം എത്തുമ്പോൾ ഞാനൊരു 10 ഇഞ്ചോളം താഴ്ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ഇടുന്ന ഭാഗത്തിൽ അത്രയും സ്റ്റിച്ച് ചെയ്യാണ്ടാണ് വിട്ടിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഞാൻ ആ ഒരു പോർഷനിൽ ഒരു 5-6 പ്ലീറ്റ് എടുക്കുന്നുണ്ട്. പ്ലീറ്റ് എടുത്തിട്ട് ഈ പ്രിൻസസ് കട്ട് വരുന്ന ആ ഭാഗത്ത് ആ യോക്കിൻ്റെ പോർഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ ഞാൻ ആ സൈഡിൽ നമ്മൾ 22 ഇഞ്ച് നീളത്തിന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ യോക്കിൻ്റെ താഴ്ഭാഗത്ത്, ആ ഭാഗത്തുള്ള പീസാണ് ഇങ്ങനെ ഒരു 5 പ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 3/4 ഇഞ്ചോളം വീതി വരുന്നൊരു പ്ലീറ്റുകളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നിവർത്തിയെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ആ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ല എങ്കിൽ അവിടെ ഇങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ടെടുത്തപ്പോൾ ആ യോക്കിൻ്റെ പോർഷൻ്റെ അത്ര തന്നെ ആയിട്ടുണ്ടായിരുന്നു ആ താഴ്ഭാഗത്തെ ആ സ്കേർട്ടിൻ്റെ പോർഷനും. എന്നിട്ട് ഇതിങ്ങനെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ 1/4 ഇഞ്ച് നീക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതൊരു പൈപ്പിംഗ് ചെയ്തതുപോലെ കിട്ടും. നമ്മൾ എക്സ്ട്രാ പൈപ്പിംഗ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം യോജിപ്പിച്ച ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് കൊടുത്ത് മുകളിലേക്കൊന്ന് ചെറുതായിട്ട് വിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ പൈപ്പിംഗ് പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ബട്ടൺസ് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. എന്നിട്ട് 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചെടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അത് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് തിരിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ചുരുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതൊരു ക്രഷിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു ബനിയൻ ടൈപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷായിട്ട് ഇങ്ങനെ വലിയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണിത്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷനും ഇതുപോലെ എടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പോർഷനിലും ഞാൻ ആ പ്രിൻസസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു 2.5 ഇഞ്ച് വീതിയുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സാധാരണ അബായസിൻ്റെ വീഡിയോസിലെല്ലാം കാണിക്കുന്നത് പോലെ തന്നെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്ത് പതിച്ചെടുത്ത് പിന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയിലായിരിക്കണം ഈ പടി ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനും സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് താഴ്ഭാഗത്തേക്ക് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് മുതൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പ്ലീറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അല്ല എങ്കിൽ ആ ഭാഗത്ത് നീളം കൂടിയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ മേൽഭാഗത്ത് എടുത്ത അതേ പ്ലീറ്റുകൾ പോലെ തന്നെ ഈ സൈഡിലേക്കും ഇത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകണം. എന്നിട്ടിങ്ങനെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിറച്ച് ബട്ടൺസും വെച്ചിട്ടുണ്ട്. അത് നല്ല വൈറ്റ് നല്ല പളങ്ക് പോലത്തെ ബട്ടണായിരുന്നു. നമ്മുടെ വീഡിയോസിൽ അങ്ങനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഏത് ഡ്രസ്സും ഡെമ്മിയിൽ ഇടുന്നതിനേക്കാളും നമ്മൾ നേരിട്ട് ആ കസ്റ്റമറും ആൾ ഇടുമ്പോഴായിരിക്കും അതിന് ഏറ്റവും ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു പുതിയ ഡ്രസ്സിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.